എഡ്ജ്ബാസ്റ്റണിൽ പിറന്നത് പുതിയ ചരിത്രമാണ്. 68 വർഷത്തെ കാത്തിരിപ്പാണ്. ഒടുവിൽ ഇന്ത്യ വിജയിച്ചു. നമസ്കാരം. 1967 മുതൽ 8 മത്സരങ്ങൾ എഡ്ജ്ബാസ്റ്റണിൽ ഇന്ത്യ കളിച്ചു. ഒരൊറ്റ വിജയം പോലും നേടാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഒരു ചരിത്രം, ഒരു റെക്കോർഡ് പിറന്നു. ഇന്ത്യ എഡ്ജ്ബാസ്റ്റണിൽ 336 റൺസിന് ഇംഗ്ലണ്ടിനെ നിലംപരിശാക്കി. പക്ഷേ അത് മാത്രമായിരുന്നില്ല റെക്കോർഡ്. ആ വിജയത്തോടുകൂടി ഇന്ത്യ ലോക റെക്കോർഡ് സൃഷ്ടിക്കുകയും ചെയ്തു. ഒരു ടീം ടെസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ വെന്യൂകളിൽ ജയിക്കുന്ന ടീമായി മാറി ഇന്ത്യ. 60 വേദികളിലാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീം വിജയിച്ചിരിക്കുന്നത്. അത് ഒരു റെക്കോർഡാണ്. മറ്റൊരു ടീമിനും നേടാൻ കഴിയാത്ത റെക്കോർഡാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ലോകമൊട്ടാകെ 85 ടെസ്റ്റ് വെന്യൂകളിൽ ഇന്ത്യ കളിച്ചിട്ടുണ്ട്. അതും ആരംഭിക്കുന്നത് 1932 മുതൽ. ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റ് ആരംഭിച്ച സമയത്ത് മുതൽ 85 വെന്യൂകൾ ഇന്ത്യ കളിച്ചിട്ടുണ്ട്. അതിൽ 60 വെന്യൂകളിൽ ഒരു ജയമെങ്കിലും ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ലോക റെക്കോർഡിന് പിന്നിലുള്ള കാരണം. രണ്ടാമത് നിൽക്കുന്നത് ഓസ്ട്രേലിയ. 57 വെന്യൂകളിലുള്ള ജയമാണ് ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. മൂന്നാം സ്ഥാനത്തുള്ളത് ഇംഗ്ലണ്ടാണ്. 55 വേദികളിൽ എന്നുള്ളതാണ് ഈ പട്ടിക. അവിടെയാണ് ഇന്ത്യ ആദ്യ സ്ഥാനം കുറിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കണം. ഈ 60 വെന്യൂകളിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിജയങ്ങളുള്ളത് എം.എ. ചിദംബരം സ്റ്റേഡിയത്തിലാണ്. അത് 16 വിജയങ്ങളാണ്. എം.എ. ചിദംബരം സ്റ്റേഡിയം ചെന്നൈയിലാണ്, നമുക്കറിയാം. ഇന്ത്യയുടെ ഒരു ഭാഗ്യ ഗ്രൗണ്ടാണ്. അത് ടെസ്റ്റ് ഗ്രൗണ്ടിൽ മാത്രമല്ല, ടെസ്റ്റ് ടീമിൽ മാത്രമല്ല, ODIയിലും T20സിലുമെല്ലാം ഇന്ത്യക്കൊരു ഭാഗ്യ ഗ്രൗണ്ടായി എപ്പോഴും ചെപ്പോക്ക് മാറിയിട്ടുണ്ട്. പിന്നെ IPL ചെപ്പോക്കിനെ പറ്റി എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അല്ലേ? ഓസ്ട്രേലിയക്ക് 57 വിജയങ്ങളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സമ്മാനിച്ചൊരു വെന്യൂ ഉണ്ടെങ്കിൽ അത് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. അതിൽ 68 വിജയങ്ങളാണ് MCGയിൽ ഓസ്ട്രേലിയ സ്വന്തമാക്കിയിരിക്കുന്നത്. നമ്മൾ മൂന്നാം സ്ഥാനത്ത് വെച്ച് ഇംഗ്ലണ്ട് 55 വേദികളിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ അവർ വിജയിച്ച വേദി ഉണ്ടെങ്കിൽ അത് ലോർഡ്സാണ്. 59 തവണയാണ് ഇംഗ്ലണ്ട് ലോർഡ്സിൽ വിജയിച്ചത്. അങ്ങനെ ഒരു ലോക റെക്കോർഡ് കൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയേണ്ടി വരും. ഈ റെക്കോർഡ് സംഭവിക്കുന്നത് ഒരു ഇന്ത്യൻ ടെസ്റ്റ് ടീം 2.0 എന്ന് വിളിപ്പിക്കാൻ കഴിയുന്ന ഒരു ടീമിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിരാട് കോഹ്ലി ഇല്ല, രവീന്ദ്ര ജഡേജ ഇല്ല, ജസ്പ്രീത് ബുംറ രണ്ടാമത്തെ ടെസ്റ്റിൽ കളിച്ചിട്ടുമില്ല. അങ്ങനെ എഴുതിത്തള്ളിയ പല പേരുമുള്ള ഈ ഇന്ത്യൻ ടീമിനെയാണ് ഈ ഒരു റെക്കോർഡ് നേട്ടത്തിലേക്ക് ശുഭ്മൻ ഗില്ല് നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ടെസ്റ്റിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശുഭ്മൻ ഗിൽ എന്ന ക്യാപ്റ്റൻ മുന്നോട്ട് വയ്ക്കുന്ന അയാളുടെ പവർ ഉണ്ടല്ലോ, അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഒരു ഇന്ത്യൻ താരം ഒരു ടെസ്റ്റ് മത്സരത്തിൽ നേടുന്ന ഏറ്റവും ഉയർന്ന റൺസ് എന്ന സുനിൽ ഗവാസ്കറിന്റെ റെക്കോർഡും തിരുത്തിക്കൊണ്ടാണ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ തൻ്റെ MRF ബാറ്റിംഗ് കൊണ്ട് നടക്കുന്നത്. അതൊരു വലിയ പ്രതീക്ഷയാണ്, അതൊരു വലിയ തേരോട്ടത്തിനുള്ള പ്രതീക്ഷയാണ്. ഇന്ത്യൻ ടീമിനെ നയിക്കാൻ താനുണ്ട് എന്നുള്ള വിളിച്ചോതുന്ന ഒരു ക്യാപ്റ്റൻസി പ്രകടനമാണ് ശുഭ്മൻ ഗിൽ കാഴ്ചവെക്കുന്നത്. അയാൾക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇന്ത്യൻ ടീമിനെ നയിക്കാനും ഒരുപാട് ദൂരം മുന്നിലുണ്ട്. തൻ്റെ വൈസ് ക്യാപ്റ്റനായ ഋഷഭ് പന്തും മികച്ച രീതിയിൽ തന്നെ ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുകയും ചെയ്യും. അതുകൊണ്ടൊരു സപ്പോർട്ട് ഉടനീളം ശുഭ്മൻ ഗില്ലിനുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ടെസ്റ്റ് ടീമിനെ എഴുതിത്തള്ളാൻ വേണ്ടി പലരും നിന്നപ്പോൾ പോലും ഈ ടെസ്റ്റ് മത്സരത്തിൻ്റെ വിജയത്തിന് ശേഷം ഇന്ത്യ എല്ലാവരും കൂട്ടുപിടിക്കുന്നത്. ഓർമ്മയുണ്ടാകും, ഇംഗ്ലണ്ടിനെതിരെ, അതായത് IPL കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസങ്ങളിലാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് ടീമിനെ ഇന്ത്യ പ്രഖ്യാപിക്കുന്നത്, BCCI പ്രഖ്യാപിക്കുന്നത്. ശുഭ്മൻ ഗിൽ ക്യാപ്റ്റനാകുന്നു, ഇന്ത്യൻ ടീം 2.0 എന്ന വേർഷനിലേക്ക് വരുന്നു. അന്നേ എഴുതിത്തള്ളി പലരും ഈ ടീമിനെയും കൊണ്ട് എങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ പോയി ജയിക്കാൻ കഴിയുക എന്നുള്ളത്. ആദ്യ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങിയപ്പോഴേക്കും ഉറപ്പായി. പക്ഷേ എഡ്ജ്ബാസ്റ്റണിൽ ശുഭ്മൻ ഗില്ലും കൂട്ടരും പലിശ സഹിതം വീട്ടുമെന്ന് അവരാരും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല റെക്കോർഡുകളും തിരുത്തി കുറിക്കുന്നതിനോടൊപ്പം തന്നെ ഈ സീരീസ് ഇംഗ്ലണ്ടിൽ പോയി ഇംഗ്ലണ്ടിനെതിരെ വിജയിക്കാൻ കഴിഞ്ഞാൽ ഇതിലും മികച്ച തുടക്കം ഈ 2.0 ടീമിനില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളേറെയാണ്. വരുന്ന ടെസ്റ്റ് ലോർഡ്സിലാണ്. ലോർഡ്സ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗ്യവേദിയാണ്. അവിടെ പോയി ജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ ശുഭ്മൻ ഗില്ലിനെ വാഴ്ത്തുന്നതിന് കയ്യും കണക്കും കാണില്ല ഇന്ത്യൻ ആരാധകരുടെ ഭാഗത്തുനിന്ന്.